വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ 2 മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ CPM സമരം പറയും, DYFI SFI സമരം പറയും. ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ സതീശൻ സർക്കാരിന് എതിരെ സമരം അഴിച്ചുവിടുക, ജലമീരങ്കി അല്ലെങ്കിൽ ആ ഇഷ്യൂസ്, ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിനൊരു ധാർമ്മികമായ. ഇല്ല, ഞാൻ അപ്പം അത് നീ പറയുന്ന ഇത് തെരഞ്ഞെടുപ്പിൽ ഇത്ര ഭീമമായ തോൽവിക്ക് ശേഷം പിടിച്ചു നിൽക്കാൻ ഇതുവരെ 10 വർഷം ഒരു ജനകീയ പ്രക്ഷോഭം നയിക്കാത്തൊരു പാർട്ടിക്ക് അതിൻ്റെ ഈ ഇപ്പം നടക്കുന്ന ഈ സ്വയം വിമർശന പ്രക്രിയ അപൂർണവും അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കലുമാണ്. പാർട്ടി അതിവേഗം ഒരു പാർട്ടി കോൺഗ്രസ് വിളിച്ച് സമൂലമായ മാറ്റങ്ങൾക്ക്, ഇപ്പം നമ്മുടെ കോക്രോച്ച് പാർട്ടിയൊക്കെ വന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറി, ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം മാറി, അതിവേഗം അതിൻ്റെ കാലഹരണപ്പെട്ട പരിപാടി, പ്രോഗ്രാം, അതിൻ്റെ ഭരണഘടന, അതിൻ്റെ അച്ചടക്ക സംഘടനാ സംവിധാനം അതിവേഗം മാറ്റിയില്ലെങ്കിൽ കേരളം ത്രിപുരയുടെയും ബംഗാളിൻ്റെയും രീതിയിലേക്കാണ്. അതും സതീശനെ ചീത്ത വിളിച്ചതുകൊണ്ടും സതീശനെ താഴെ ഇറക്കിയതുകൊണ്ടും ആ വളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും പുഷ്പിക്കും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സഖാവേ എന്ന് ഞാൻ പറയാൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആരിലാണ് താങ്കളുടെ പ്രതീക്ഷ? അത് ഞാൻ പറയുന്നത് ഈ പലരും അല്ല, ആരുമില്ല. അതാണ് ഞാൻ പറയുന്നത്. പാർട്ടിയിൽ എപ്പോഴാണ് തുറന്ന കലാപം ഞാൻ കണ്ടിട്ടുള്ളത്? 65 കലാപമുണ്ട്, 32 പേർ പുറത്തിറങ്ങി, അത് തുറന്ന കലാപമായിരുന്നു. അത് കഴിഞ്ഞ് 67 എനിക്കറിയാം കോഴിക്കോട്ടെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ വാസുവേട്ടനും കുന്നിക്കലും കൂടിയുള്ള കലാപം, കലാപം സൈദ്ധാന്തിക അടിസ്ഥാനത്തിലുള്ള കലാപങ്ങളാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ അവസ്ഥയിലും എന്തിന് CPI നമ്മൾ അത് മറക്കണ്ട, അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ. അപ്പോൾ ആ പാർട്ടിയിലൊന്നും ഇത്തരത്തിലുള്ള പാർട്ടിയുടെ കാതലായിട്ടുള്ള ഇന്നത്തെ അസ്തിത്വ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന വിമർശനവും തുടർ വിമർശനവും തെറ്റുതിരുത്തലും ഇതിന് തയ്യാറായി ആളുകൾ കുറവാണ്. ഇനി എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഉൾപാർട്ടി രഹസ്യങ്ങൾ അന്വേഷിക്കൽ എനിക്ക് അറിയില്ല. പ്രതീക്ഷ എനിക്ക് അങ്ങനെ വ്യക്തികളിൽ പ്രതീക്ഷ. ഈ പാർട്ടിയിൽ എല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ദുഃഖകഥ കൂടിയുണ്ട്. ഞാൻ വലിയ പ്രതീക്ഷ അർപ്പിച്ച യുവ നേതാക്കളാണ് ഇന്ന് പിണറായിയുടെ ഇതിനെ നിശബ്ദം നിൽക്കുന്നത്. ബാലഗോപാൽ എനിക്കല്ല, ബാലഗോപാൽ ഒരു VS പക്ഷപാതിയായതുകൊണ്ട് കണ്ണൂർ പോലും, പക്ഷെ എൻ്റെ മകൻ്റെ സുഹൃത്താണ്, പക്ഷേ എനിക്ക് അറിയില്ല. പക്ഷേ MP രാജേഷ്, MP രാജേഷിനെ എനിക്ക് എന്തൊരു അഭിമാനമായിരുന്നു. ഞാൻ ആദ്യം സ്വരാജിന് എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ തട്ടുപൊളിപ്പൻ പ്രസംഗവും തർക്കത്തിലും ജയിക്കുന്നവരെയല്ല ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് കണ്ടിട്ടുള്ളത്. ആഴത്തിലുള്ള മാർക്സിസം മനസ്സിലാക്കലും അതിൻ്റെ പ്രായോഗികമായി കേരള സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയും വലിയ ഒരു സമൂഹത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റുന്നവരാണ് നല്ല കമ്മ്യൂണിസ്റ്റ്. P കൃഷ്ണപിള്ള മുതൽ EMS എടുത്താൽ നമുക്ക് ഞാൻ MP രാജേഷിനെയൊക്കെ അങ്ങനെയാണ് സങ്കല്പിച്ചത്. റിയാസിനെ ഇല്ല. ഞാൻ റിയാസിനെ എനിക്ക് അത്ര ഒരിതില്ല. പക്ഷേ എനിക്ക് ഈ MP രാജേഷിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെനിക്ക് നെയ്യാറ്റിൻകര, ഞാൻ സ്പെഷ്യൽ ബ്യൂറോ ചീഫായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര വെച്ചിട്ടൊരു SFI ക്യാമ്പ്, ആ ക്യാമ്പിൽ ആ ക്യാമ്പ് നടക്കുന്ന തലേന്നാണ് ഇന്ത്യ അണുബോംബ് പരീക്ഷ നടത്തുന്നത്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് അന്ന് പോളിറ്റ് ബ്യൂറോ പറഞ്ഞിട്ടില്ല, ONV കുറുപ്പ് എന്ന സഹയാത്രികൻ അനുമോദിച്ച ഇന്ത്യ ഭാരതാംബയുടെ അഭിമാനം എന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. എനിക്കിത് അപകടമാണെന്നറിയാം, ഇത് ഫാസിസത്തിൻ്റെ ഒരു വലിയ ഈ പ്രദർശനം, ഈ ആണവ. അപ്പം ഞാൻ വെറുതെ ആ കുട്ടികളോട്, യുവാക്കളോട്, അതിൽ MP രാജേഷ് ഉണ്ടായിരുന്നത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്, ചോദിച്ചു, ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ക്യാമ്പ് നടക്കുമ്പോൾ ഒരു ഇന്ദിരാഗാന്ധി വലിയൊരു അണുസ്ഫോടനം നടത്തിയിരിക്കുന്നു, അതിൽ ONV കുറുപ്പ് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടും KN രാജ അസ്വസ്ഥനായി അതിൽ എതിർത്തുകൊണ്ടും. KN രാജു എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ KN രാജനൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. എല്ലാ ഗാന്ധിയൻ മൂല്യങ്ങളും പോകുന്നു എന്ന ഭയത്തിൽ അദ്ദേഹം സ്വയം അക്ഷുഭിതനായിരുന്നു. അതെനിക്കറിയാമായിരുന്നു, കാരണം നമ്മുടെ ബന്ധങ്ങൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അത് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല, പോളിറ്റ് ബ്യൂറോ മിണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് യാതൊരു ഇപ്പം എന്തും പറയാം, പാർട്ടി അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ MP രാജേഷ് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട്
സമാധാനത്തിൻ്റെയും തൊഴിലാളി വർഗ മൂല്യങ്ങളുടെയും ഒക്കെ കാര്യം പറയും. അപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. ഇത് ആരും പറഞ്ഞിട്ടല്ലല്ലോ, ഇവർക്ക് പഠിച്ചിട്ട് പറയുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെ നിരവധി പേരുണ്ട്. ഇപ്പോൾ നിരവധി പേരെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഉപയോഗിച്ച വാക്കാണ് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം. ആദ്യം താങ്കൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. പിതൃശൂന്യമാണ് ഈ പിണറായിയെ വളഞ്ഞിട്ടുള്ള ആക്രമണം. ഈ സ്വരാജ്. അപ്പം ഞാനത് അവകാശപ്പെടില്ല. ഞാൻ സന്തോഷം, അത് പുള്ളിക്കത് മനസ്സിലായി അതിൻ്റെ. അപ്പോൾ ഈ ജനാധിപത്യ മുദ്രാവാക്യങ്ങളുടെയും മാധ്യമ വിമർശനത്തിൻ്റെയും പിതാവ് കൂടിയാണ് ഞാൻ. അല്ല, ഈ മാർക്സിസ്റ്റ് പാർട്ടി അല്ല പാനലിൽ നമുക്കൊരു പ്രതീക്ഷ ഇപ്പോൾ VS ശേഷം പിണറായിക്ക് ശേഷം അങ്ങനെ ഇതൊക്കെ ചില വ്യക്തികളാണല്ലോ പാർട്ടിയെ നയിക്കുന്നത്. അല്ലാതെ അല്ലല്ലോ, വ്യക്തികൾ ഉണ്ടാവണം, വ്യക്തികൾ വരും, വ്യക്തികൾ വരാതിരിക്കില്ല. ഞാൻ അങ്ങനെ ഞാൻ പറയുന്നതിന് ഇനി വാക്ക് എനിക്ക് മലയാളത്തിലത് പറഞ്ഞാൽ ശരിയാവുന്നില്ല, എൻ്റെ ഇംഗ്ലീഷ് വായന കൊണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ. ഹോപ്പ്ഫുൾ പെസിമിസം, അതായത് പ്രതീക്ഷയുള്ള ഒരു നിരാശാബോധം. അതാണ് അത് പറഞ്ഞാൽ എളുപ്പമല്ല. ഒന്നുമില്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ പ്രതീക്ഷ, അതല്ല, മനസ്സിലായില്ലേ? പ്രതീക്ഷയുള്ള ഒരു നിരാശാബോധം. അപ്പം ഈ കലക്കി മറിയലിൽ കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ സംസ്കാരം ഡെവലപ്പ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത് അടുത്ത പാർട്ടി കോൺഗ്രസ് അതുവരെ ഞാൻ ക്ഷമിക്കാൻ ഇനി ഞാൻ മരിക്കുമെന്നറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജനാധിപത്യ ഇടതുപക്ഷ ഇത് തിരിച്ചു വരും. അതിൽ പിണറായി ഉണ്ടാവണമെന്നില്ല, സ്വരാജ് ഉണ്ടാവണമെന്നില്ല, ഒന്നും ഉണ്ടാവില്ല. ആ ഒരു പുതിയ ഇതായിരിക്കാം. ബേബി ഉണ്ടാവണമെന്നില്ല, ഐസക് ഉണ്ടാവുന്നില്ല, ബുദ്ധിജീവി അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് വരും. കാരണം ഒരു ഇടതുപക്ഷ ശൂന്യത കേരളം അനുവദിക്കില്ല. പക്ഷേ മലബാറിൽ ഉൾപ്പെടെ ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടി CPM ആണ്. അപ്പോൾ BJPയിലേക്കുള്ള അണികളുടെ ഒഴുക്ക് തീർച്ചയായിട്ടും അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോഴും എനിക്ക് പാർട്ടിക്ക് എന്നെ വേണ്ടാഞ്ഞിട്ടും പാർട്ടിയുടെ വിമർശകനായിട്ടും ഞാൻ പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? ഇതാണ് പ്രശ്നം. CPM ഇല്ലാത്തതുകൊണ്ട് CPMൻ്റെ നേതാക്കൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. എന്നാൽ കേരളത്തിനത് വലിയ പ്രശ്നമാണ്. കാരണം CPM ഇല്ലാത്ത കേരളം RSSൻ്റെ അഴിഞ്ഞാട്ടത്തിനും മലപ്പുറത്തെ ഒരു ഒരു യൂണിയൻ പ്രദേശമാക്കി മാറ്റുന്നതിലേക്കും നയിക്കും. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ താങ്കൾക്ക് എന്നെക്കാട്ടിലും ചെറുപ്പമാണല്ലോ, കുറേ കാലം കൂടി മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ RSSനെ CPM പാടെ തകർന്നാൽ, CPI അതിൻ്റെ കൂടെ തകരുന്നു ഞാൻ പറയണ്ടല്ലോ. CPI എനിക്ക് വളരെ സ്നേഹമുള്ള പാർട്ടിയാണ്. കാരണം ബിനോയ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ആളുകളും ഒക്കെ വളരെ ചന്ദ്രപ്പൻ വാസ് വെരി ക്ലോസ് ടു മീ. യു എസ് എ ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ്, അറിയാമല്ലോ താങ്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കേരളത്തിൽ തകരാതെ നിർത്തുക എന്നുള്ളത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നു. CPMഉം CPIയും ഇതേപോലെ തുടർന്നാൽ അത് തടയാൻ കഴിയില്ല. അവർ മാറിക്കൊണ്ടും അത് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ സതീശനെ പോലെ ഒരു കപട നാണയം വന്നിരിക്കുന്നു. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു വന്നിട്ടാണ് ഇദ്ദേഹം നടന്ന 2 മാസത്തിൽ എല്ലാം RSSന് തൂവൽ കൊണ്ടുപോലും നോവിക്കാത്ത തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസ്സിലെ ഒരു നെഹ്റുവിയൻ കോൺഗ്രസ് പാരമ്പര്യമുള്ളൊരു കോൺഗ്രസ് ആവാൻ കേരളത്തിൽ കോൺഗ്രസ്സിന് കഴിയുമോ? ഈ പറയുന്ന മാങ്കൂട്ട് ഒരാൾ ഒരു സ്കാൻഡലിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ ഹുസൈൻ മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ള പിന്നെ AICC സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെയും അതിന് മുമ്പിൽ മുഴുവൻ RSSന് വേണ്ടി മുഴുവൻ പാട്ടുപാടിയ ഒരു കോൺഗ്രസ്സിൽ വന്ദേമാതരം. അപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇരുട്ടാണ്. പക്ഷെ ആ ഇരുട്ടിൽ ഒരു തുള വീഴും. ആ തുളയിലൂടെ പ്രകാശം പരന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.